ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. ഇതിൻ്റെ പുറത്തുള്ളൊരു കവർ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ മാറ്റിയതാണ്. അപ്പോൾ ഇത് തുറക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഒരു വൈറ്റ് ഷീറ്റിൽ ഏകദേശം ആ പിക്ചറൊന്ന് വിസിബിളായ രീതിയിലുള്ള ഒരു ഷീറ്റാണ്. പിന്നെ നമുക്കിതിൽ കുറേ കളേർഡ് സ്റ്റോൺസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു പെന്ന് കിട്ടിയിട്ടുണ്ട്, ഒരു ഗ്ലൂ ഷീറ്റ് കിട്ടിയിട്ടുണ്ട്, പിന്നെ ഒരു മിനി ട്രേയും കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഒരുപാട് ഇതുപോലത്തെ പിക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സ്റ്റോൺസിൻ്റെ പാക്കറ്റിൽ കുറേ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റോണും ഷീറ്റും കൂടി നോക്കുന്ന സമയത്ത് ഈ കോഡ്സ് വെച്ചിട്ടാണ് ഈ സ്റ്റോൺസ് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായി. ഇനി ഈ സ്റ്റോൺസ്, ഈ സിമ്പിൾസ് നോക്കി കറക്റ്റായിട്ട് അവിടെ ഈ പെന്ന് യൂസ് ചെയ്ത് ഗ്ലൂ പെന്നിലേക്ക് അറ്റാച്ച് ചെയ്തതിന് ശേഷം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഈ ട്രേയിൽ നമുക്ക് സോർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ലൈൻസും അതുപോലെ ഈസി ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഷേപ്പും ഒക്കെ ഈ ട്രേക്ക് കൊടുത്തിട്ടുള്ളത്. ഇത് അതുപോലെ തന്നെ സൈഡിൽ ഇത് മേക്ക് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പും അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ കുറച്ച് കോഡ്സും അത് കാണാനുണ്ട്. ഈ പെന്നിനാണെങ്കിൽ രണ്ട് സൈഡ്സ് ഉണ്ട്. ഒരു സൈഡിൽ റൗണ്ട് ഷേപ്പും ഒരു സൈഡിൽ ഒരു ലെങ്തി ആയിട്ടുള്ള ഷേപ്പുമാണ്. അപ്പോൾ റൗണ്ട് ഷേപ്പ് ഒറ്റ സ്റ്റോൺസ് എടുത്ത് വെക്കാനും അതുപോലെ ഈ ലെങ്ത് കൂടിയ സൈഡ് ഒരു 3-4 സ്റ്റോൺസൊക്കെ ഒപ്പം എടുത്ത് വെച്ച് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൈഡ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ കോഡ് യൂസ് ചെയ്ത് സ്റ്റോൺസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് മുഴുവനായിട്ട് ഞാൻ പല ദിവസങ്ങളെടുത്ത് ചെയ്തു. സംഭവം നല്ല സാറ്റിസ്ഫൈയിങ് ആണ്. നമുക്ക് ഒരു കാം ഫീലിംഗ് ഒക്കെ കിട്ടാനായിട്ട് വളരെ നല്ലതാണ്. നമ്മൾ എന്തെങ്കിലും എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ചെയ്യാൻ പറ്റിയൊരു ക്രാഫ്റ്റ് വർക്കാണ്. ക്ഷമയില്ലാത്തവരിത് ചെയ്യാൻ പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ആമസോണിൽ നോക്കുന്ന സമയത്ത് ഒരുപാട് ടൈപ്പ് പിക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരുപാട് കളർ കോമ്പിനേഷൻസ് ഇല്ലാത്ത കുറേ പിക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും എന്ന് തോന്നുന്നു. ഇതിലാണെങ്കിൽ നല്ലോണം കളർ കോമ്പിനേഷൻസ്, ഒരുപാട് കളേഴ്സ് ഒരേ സ്പേസിൽ തന്നെ, ചെറിയ സ്പേസുകളിൽ തന്നെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇത്തിരി ഡിഫിക്കൽട്ട് ആയിരുന്നു. പക്ഷെ ഇത് അതിൻ്റെ ഔട്ട്കം കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയതുകൊണ്ട് നല്ലോണം ചെയ്തു. ഇഷ്ടപ്പെട്ടവർ ഒക്കെ ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഫ്രെയിം ചെയ്ത് വെച്ചാൽ നല്ലൊരു ആർട്ട് പീസായിട്ട് തന്നെ മാറും. അപ്പോൾ എല്ലാവരും പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക്